അവൻ ഒറ്റയ്ക്ക് ആ വീട്ടിൽ ചെന്നപ്പോൾ അവൾ യോസഫിന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചപ്പോൾ അവൾ ആ കുപ്പായം ഇട്ടിട്ട് ആ വസ്ത്രം അവിടെ ഇട്ടിട്ട് യോസഫ് ഓടിയെന്നാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നീ യൗവന മോഹങ്ങളെ വിട്ട് ഓടുവീൻ. എങ്ങനെ? യോസഫ് ഓടിയതുപോലെ ഓടുവീൻ. ഒരൊറ്റ മാർഗമേ ഉള്ളൂ ഇതിന്, ഓട്ടം എന്നതാണ് മാർഗം. ഇതിൽ നിന്ന് ഓടുവീൻ. ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ പറയുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ട് ഓടി. ഒരു പുതിയ നിയമ വിശ്വാസി തന്റെ ജീവിതം ഓടിത്തീർക്കുവാനുള്ളതാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അപ്പം നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. പിന്നെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓട്. അങ്ങനെ ഒരു ഓട്ടമാണ് വിശ്വാസിയുടെ ജീവിതം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും അത് വിരുദ് പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ അംഗം പൊരുതുന്നവർ സകലത്തിലും വർദ്ധനം ആചരിക്കുന്നത് പോലെ. ഞാനൊരിക്കൽ ലണ്ടനിൽ ഒരു മക്ഡൊണാൾഡ്സ് റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോൾ, മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് 2 പിള്ളേർ ഇരുന്ന് ബർഗർ തിരുന്നുണ്ട്. പെട്ടെന്നൊരു ബഹളം കാണാം. ഒരു തടിയൻ വന്നു, അയാളെ ഈ കൈകുത്തി, ഈ ഹാൻഡ് റെയിലെ കൈകുത്തി മുകളിലോട്ട് ചാടി. ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ഓടി. വലിയ ബഹളം. ഇയാൾ ഓടിച്ചെന്ന് അവരെല്ലാം പിടിച്ചു. 2 പിള്ളേർ 2നെ ചെവിക്ക് പിടിച്ചു. ആള് വളരെ കുറഞ്ഞൊരു സമയമായിരുന്നു. ഞാൻ പുറത്തിറങ്ങി ചെന്നു. ഇത് എന്ത് ഭയങ്കര വേളായിപ്പോ, ഞാൻ കണ്ടിട്ടില്ല തന്നെ. അപ്പൊ പിള്ളേരിങ്ങനെ നിൽക്കുക, ചെവിക്ക് പിടിച്ചോണ്ട് പോവാ. അപ്പൊ അയാൾ എന്നെ നോക്കി ചിരിച്ചു. ഒരു സായിപ്പാ. അപ്പൊ ഞാൻ ഈ അടുത്ത് ചെന്നപ്പം അയാൾ പിന്നെ ചിരിച്ചു. എൻ്റെ ആ നിപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ പേടിച്ചു പോയെന്ന്. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇവരുടെ കോച്ചാണ്. റെസ്ലിംഗ് യുദ്ധം എന്നാ ഗുസ്തിയുടെ കോച്ചാണ്. അപ്പൊ ഇവന്മാർക്കൊരു വെയിറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഇത്ര വെയിറ്റുള്ള ഗ്രൂപ്പ്. ഞാൻ അതിൽ ട്രെയിൻ ചെയ്യിക്കുകയാണ്. പക്ഷെ മത്സരത്തിന് ചെല്ലുമ്പോൾ തൊട്ട് മുമ്പ് എന്ത് ചെയ്യും? ഈ ത്രാസെ കയറ്റി നോക്കും വെയിറ്റ്. ഇവന്റെ വെയിറ്റ് 1 പൗണ്ട് കൂടി അവൻ അടുത്ത ഗ്രൂപ്പിലാണ്, ഇവൻ തോറ്റുപോകും. ഇപ്പൊ 60 കിലോ താഴെയുള്ള ഗ്രൂപ്പിലാണ് ഇവനെ ഞാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവൻ ഈ തകർന്നെങ്കിലും ബർഗർ തിന്നു കഴിഞ്ഞാൽ അവന്റെ തൂക്കം 61 ആയി കഴിഞ്ഞാൽ ഇവൻ 60 തൊട്ട് 80 കിലോ വരെ ഉള്ളവനോട് ഗുൾസ് ഇവൻ തോറ്റുപോകും, ഇവൻ ചത്തുപോകും. അവൻ 90 കിലോ ഉള്ള ഇവന്റെ പുറത്ത് വീണ ഇവന്റെ കാര്യം പോയില്ലേ? അത് ഓർക്കുന്നില്ല ഇവൻ ഈ ബർഗർ അടിക്കുമ്പോഴേ. ഇവന്മാരെ കൊതി കൊണ്ട് നിന്നാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവന്മാർക്ക് പറഞ്ഞിട്ടുള്ള ഭക്ഷണമുണ്ട്, അത് അവിടെ സ്കൂളിന്റെ ഹോസ്റ്റലുണ്ട്, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഏതാണ്ട് ബീൻസ് പുഴുങ്ങിയതോ ഏതാണ്ടാ ചെവിക്ക് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ നിനക്ക് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നിന്റെ കോച്ച്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ശരിയാവത്തില്ല. അംഗം പൊരുതുന്നവർ സകലത്തിലും വർദ്ധനം ആചരിക്കും. നീ ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. നീ ഒരു പ്ലേ ഗ്രൗണ്ടിൽ ടോയ് പിടിച്ച് നിൽക്കുന്ന കൊച്ചുകുട്ടിയല്ല. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അടർക്കളത്തിൽ ആയുധമേന്തി നിൽക്കുന്ന ഒരു ഭടനാണ്, ഒരു പോരാളിയാണ്. നീ പോർക്കളത്തിലാണ് നിൽക്കുന്നത്. അത് നീ ഓർക്കണം, നീ കളിക്കളത്തിലല്ല നിൽക്കുന്നത്. ക്രിസ്തീയ ജീവിതം കളിയല്ല കുഞ്ഞേ, അത് യുദ്ധമാണ്. കളിയായിരുന്ന കുഴപ്പമില്ല, വിസിലടിച്ച് നിർത്തായിരുന്നു. യുദ്ധത്തിനകത്ത് വിസിലടിച്ചാൽ കേൾക്കുവോ? പക്ഷെ പലരും എന്ത് ചെയ്യുന്നുണ്ട്? വിസിലടിക്കുന്നുണ്ട്. ഞായറാഴ്ച ആരാധനയിലാണ് യുദ്ധം. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ യുദ്ധമുണ്ട്. പക്ഷെ 1 മണിയാകുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? വിസിലടിക്കാൻ തുടങ്ങും. എന്തിനാ? യുദ്ധം നിർത്തണം. വിസിലടിച്ചാൽ യുദ്ധം നിൽക്കത്തില്ല. യുദ്ധം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ തീരുന്ന ജയമാണ് പരിപാടി. കളിക്കളത്തിൽ ടോയുമായി നിൽക്കുന്നത് പോലെയല്ല യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. പിന്നെ നിങ്ങൾ പുതിയ നിയമം നോക്കുമ്പോൾ മുഴുവൻ ഓട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എങ്ങനെ ഓടുക? ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. പഴയ ഒളിമ്പിക്സിൽ ഇങ്ങനെ ഓടുമ്പോ മത്സരിക്കുന്ന ആളല്ല ഓടുന്ന, അയാളുടെ അടിമയെ ഓടുന്നേ. ഇപ്പോഴും അങ്ങനെയാ. കുതിര കളി നടക്കുമ്പോ ഓരോരുത്തരും കുതിര ഓടും. കുതിര ജയിക്കുന്നതിന് കാശ് കിട്ടും. കുതിരയെ ഓടുന്നേ. അന്ന് അടിമകളെ ഓടിക്കും. ജയിച്ചാൽ പേരാർക്കാ? അടിമയുടെ ഉടമയ്ക്കാ. അപ്പൊ അടിമകൾ ഓടുമ്പോ തോപ്പിക്കാൻ എതിരാളികൾ പരിപാടി ചെയ്യും. ഇവൻ ഓടിപ്പോകുന്ന വഴിക്ക് കുറച്ച് നാണയങ്ങൾ വാരിയിടും, അല്ലെങ്കിൽ 2-3 നിറമുള്ള കല്ലുകൾ വാരിയിടും. ഈ പാവപ്പെട്ട അടിമ അവൻ ഓടിപ്പോകുന്ന വഴിക്ക് നിറമുള്ള കല്ല് കാണുമ്പോൾ എന്നായും? ഒന്ന് നിൽക്കും. ഒതുക്കത്തിൽ 2 എടുത്ത് കൈ പിടിക്കും. ഇവന്റെ വെയിറ്റ് കൂടും, ഇവൻ സ്ലോ ആയി പോകും. അതുകൊണ്ടാണ് പറഞ്ഞ ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് നീ മുൻപോട്ട് ഓടണം. നമ്മൾ അങ്ങനെ അതും ഇതും എല്ലാം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്.
നമ്മുടെ ആത്മാവിന്റെ ദീപമായിരിക്കുന്ന യഹോവയുടെ ദീപം കത്തിജ്വലിക്കണം. യേശു കർത്താവ് പറഞ്ഞു, വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ ആരും എവിടെ കൊണ്ട് വെക്കരുത്? കട്ടിലിന്റെ കീഴിൽ കൊണ്ട് വെക്കരുത്. കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശയനമോഹങ്ങളെ സൂചിപ്പിക്കുകയാ. ആരുടെയെങ്കിലും വിളക്ക് ഇന്ന് കട്ടിൽ കീഴെ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ അത് കട്ടിലിന്റെ കീഴെ നിന്ന് പുറത്തു വരണം. ആകയാൽ ശയനമോഹങ്ങളിലും ദുഷ്കാമ വൃത്തികളിലുമല്ല, ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. റോമാലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കട്ടിൽ കീഴുന്ന് പുറത്തു വരണം. പിന്നെ യേശു പറഞ്ഞു, ആരും വിളക്ക് കത്തിച്ച് പറയും കീഴ് വെക്കരുത്. പറയെന്ന് പറഞ്ഞാൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. എല്ലാ ദ്രവ്യാഗ്രഹവും വിട്ട് നാം പുറത്തു വരണം. സമ്പത്തിന്റെ കീഴിൽ, പറയുടെ കീഴിൽ നമ്മുടെ വിശ്വാസമായി പോകരുത്, നമ്മുടെ ആത്മീക ജീവിതമായി പോകരുത്. പിന്നെ യേശു പറഞ്ഞു, ആരും വിളക്ക് കത്തിച്ച് പാത്രം കൊണ്ട് മൂടരുത്. പാത്രം എന്ന് പറഞ്ഞാൽ ആഹാരത്തെ സൂചിപ്പിക്കുന്നു. ആഹാരത്തോടുള്ള അമിതമായ ആസക്തിയിൽ നിന്ന് നാം ജയം പ്രാപിക്കണം. ആ പാത്രത്തിന്റെ കീഴിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഉപവസിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ഉപവസിക്കുന്നത് നല്ലതാണ്. കാരണം ഒന്നാമത്തെ ആദം തോറ്റുപോയത് ആഹാരത്തിന്റെ വിഷയത്തിലാണ്. ഒരു പഴം നല്ല രസമുണ്ടെന്ന് പറഞ്ഞ് അവൻ തിന്നതാണ്. പിന്നെ ബൈബിളിൽ നോക്കുമ്പോൾ പലരും ആഹാരത്തിൽ തോറ്റുപോയി. ഒരു ഏശാവെന്ന് പറഞ്ഞൊരുത്തൻ ഒരു ഊണിന് വേണ്ടി തന്റെ ജ്യേഷ്ഠാവകാശമാണ് വിറ്റ് കളഞ്ഞത്. അവന് മനസ്സിലായില്ല. അവന്റെ മുമ്പിൽ ഒരു ഊണും ഒരു ജ്യേഷ്ഠാവകാശവും നിന്നപ്പോൾ അവൻ ആ ജ്യേഷ്ഠാവകാശത്തെ തുച്ഛീകരിച്ചു. നിന്റെ മുമ്പിൽ നിത്യമായ ന്യായവിധിയും നിത്യമായ സ്വർഗനരകങ്ങളും വെളിപ്പെട്ടിരിക്കുമ്പോൾ, നിത്യരക്ഷയും നിത്യ സൗഭാഗ്യത്തിന്റെ മോക്ഷമണവറയും നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, എന്താ ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖഭോഗങ്ങൾ മറ്റൊരു വശത്ത് നിൽക്കുമ്പോൾ നീ ഏതിനാണ് വില കൊടുക്കുന്നത്? ഏതാണ് ചൂസ് ചെയ്യുന്നത്? പാത്രം കൊണ്ട് മൂടിക്കളയരുത്. ഏശാവിന്റെ ജീവിതം പാത്രം കൊണ്ട് മൂടിപ്പോയി. ശിംശോൻ തേനും തേൻകട്ടയും കണ്ടപ്പോൾ അതിനുവേണ്ടി കൈനീട്ടി, ആഹാരത്തിൽ പരാജയപ്പെട്ടു പോയി. എന്നാൽ യേശു വന്നപ്പോൾ പിശാച് ആദ്യം പരീക്ഷിച്ചതും ആഹാരത്തിന്റെ വിഷയത്തിലാണ്. ഒന്നാമത്തെ ആദം എങ്ങനെ ആഹാര വിഷയത്തിൽ പരാജയപ്പെട്ടോ അതിന് നേരെ ഘടകവിരുദ്ധമായി ഒടുക്കത്തെ ആദമായ യേശു ആഹാര വിഷയത്തിൽ ജയം പ്രാപിച്ചു. അവൻ പിശാചിനോട് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ആഹാരത്തിൽ അവൻ ജയിച്ചു. പറ കൊണ്ട് മൂടരുത്, പാത്രം കൊണ്ട് മൂടരുത്, കട്ടിൽ കീഴി വെക്കരുത്. വിളക്ക് തണ്ടിന്മേൽ ശോഭിക്കേണ്ടതാണ്. വീട്ടിൽ വരുന്ന എല്ലാവർക്കും വെളിച്ചമായി തീരട്ടെ. ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾ ലോകത്തിന്റെ വിളക്ക് ആകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. എല്ലാവരും പറയുന്ന വാക്യം ഇതാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഏതാ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ. പക്ഷെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മൾ കോട്ട് ചെയ്യുന്ന വാക്യം ഏതാ? നമ്മൾ വീട്ടിലെല്ലാം എഴുതി വെക്കുന്നത്, പോകുന്ന വഴിക്ക് എല്ലാ പള്ളിയുടെ മതിലെ കാണാം, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ. നമ്മുടെ ഉത്തരവാദിത്വം തീർന്നേ. പക്ഷെ യേശു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, അത് സമ്മതിച്ചു. പക്ഷെ നിന്റെ കാര്യം പറ. ഞാൻ വിശുദ്ധനാകും ദൈവം പറഞ്ഞു, അത് ശരി. പക്ഷെ നീ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വെളിച്ചമായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വെളിച്ചമായിരിപ്പീൻ. നാം വെളിച്ചമാണോ? നമ്മൾ ഉത്തരവാദിത്തം എല്ലാം കർത്താവിന് കൊടുത്തിട്ട് മാറുവാനല്ല. ജോസഫ്, അവൻ യൗവന മോഹങ്ങളെ വിട്ട് ഓടി. അവന്റെ ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ പോയി. എന്തുകൊണ്ടാണ് യോസഫിന് ജയിപ്പാൻ കഴിഞ്ഞത്? യോസഫിന് ജയിക്കാൻ കഴിഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അവൻ ദുർബലനായി തീർന്നില്ല. സാഹചര്യങ്ങൾ നമ്മെ സമ്മർദ്ദം ചെലുത്തുമ്പോൾ നമ്മൾ ദുർബലമായി പോകരുത്. പലപ്പോഴും നമ്മൾ ഒഴിവുകഴിവ് പറയുമ്പോൾ രക്ഷപ്പെടാൻ പറയുന്നത് ആ സാഹചര്യത്തിലാണ്. ഒരിക്കലും സാഹചര്യത്തെ പഴി പറയരുത്. കാരണം യോസഫിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ അവന് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന് നോ വേർഡ് ഫ്രം ഗോഡ്. കാരണം പണ്ടങ്ങോ ഒരു ദർശനം കിട്ടിയതാണ്, പിന്നെ ഇടയ്ക്ക് ദൈവം ദർശനമൊന്നും കൊടുത്തില്ല. 4 വർഷം മുമ്പ് ഒരു പ്രവാചകൻ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ പ്രവാചകനൊന്നും പറഞ്ഞില്ല. യോസഫിനോട് പണ്ടങ്ങോ ഒരു ദർശനം കിട്ടി, പക്ഷേ സാഹചര്യം മുഴുവൻ പ്രതികൂല. അവന്റെ സഹോദരന്മാർ അവനെ വെറുത്തു, വിറ്റു, അടിമയായി. ഇപ്പൊ ഒരു വീട്ടിൽ വന്ന് ഒരു തരത്തിൽ എന്ത് ചെയ്തിരിക്കുക? രക്ഷപ്പെട്ട് നിൽക്കുക. അപ്പൊ ആ വീടിന്റെ മുഴുവൻ അധികാരി ആയിരിക്കുന്നവന്റെ ഭാര്യ പറയുന്നത്, ഞാനിപ്പോ എന്താ അനുസരിക്കുക നിവൃത്തിയുള്ളൂ. സാഹചര്യം മുഴുവൻ അവന് പ്രതികൂലമായിട്ടും സാഹചര്യങ്ങൾക്ക് അവൻ വഴങ്ങിക്കൊടുത്തില്ല. ഒരിക്കലും സാഹചര്യങ്ങൾ നിന്നെ ദുർബലനാക്കാൻ അനുവദിക്കരുത്. ആര് പറയും എന്റെ സാഹചര്യങ്ങൾ എന്നെ ദുർബലപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയുള്ളവനായിരിക്കും. ഞാൻ ധൈര്യത്തോടെ നിൽക്കും.
ധീരതയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ ധൈര്യം നിന്റെ അകത്ത് വ്യാപരിക്കണം. രണ്ടാമത്, നിർബന്ധത്താൽ ഞാൻ വഞ്ചിക്കപ്പെടുകയില്ല. നിർബന്ധിക്കാൻ ആള് കാണും പല കാര്യങ്ങൾക്കും. പക്ഷെ നിന്റെ മനസ്സാക്ഷി നിന്നോട് പറയുന്നത് നീ അനുസരിക്കണം. ഹൃദയത്തിൽ മണി മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോക്കരുത്. ഹൃദയത്തിൽ ഒരു ശബ്ദമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ അകത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നിനക്ക് ബോധ്യം വരുത്തി നിന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് നിർബന്ധിച്ചാലും ആ നിർബന്ധത്തിന് നീ കീഴ്പ്പെടരുത്. യോസഫിന്റെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് അരുതെന്ന് പറഞ്ഞു. പിന്നെ യജമാനന്റെ ഭാര്യ നിർബന്ധിച്ചാലും അവൻ വഴങ്ങുകയില്ല. ആര് നിർബന്ധിച്ചാലും ആർക്ക് പറയാൻ കഴിയും? ആര് നിർബന്ധിച്ചാലും ഞാൻ ദൈവസ്വരം മാത്രമേ അനുസരിക്കുകയുള്ളൂ. നിർബന്ധങ്ങളുണ്ടായേക്കാം. നിർബന്ധങ്ങൾക്ക് നീ നിർബന്ധത്താൽ വഞ്ചിക്കപ്പെടരുത്. 3, നിന്റെ വികാരങ്ങളെ നീ മൃദുവായി കൈകാര്യം ചെയ്യരുത്. എല്ലാവർക്കും വികാരമുണ്ട്. എനിക്കും നിങ്ങൾക്കും സകല മനുഷ്യർക്കും, ജഡരക്തങ്ങളോടുകൂടി എല്ലാ മനുഷ്യർക്കും വികാരങ്ങളുണ്ടാകും. പക്ഷെ വികാരങ്ങളോട് നീ എന്ത് ചെയ്യരുത്? മൃദു സമീപനം അരുത്. അടിച്ചൊതുക്കണം. നിന്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് കീഴ്പ്പെടുത്തിയെങ്കിലേ നീ രക്ഷപ്പെടുകയുള്ളൂ. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുവീൻ. എന്നാൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവനെയും രക്ഷിക്കും. നമുക്ക് അങ്ങനെ പലവിധ ബലഹീനതകളുണ്ടാവും. അതിനൊന്നും മൃദുലമായി കൈകാര്യം ചെയ്യരുത്. അടിച്ചൊതുക്കണം. പ്രൈസ് ഗോഡ്. 4-മതായി, തൊട്ടടുത്തുണ്ടാകുന്ന അനന്തരഫല നിമിത്തം നീ തെറ്റിദ്ധരിക്കപ്പെടരുത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടാവും. ഇമ്മീഡിയറ്റ് റിസൾട്ട്, തൊട്ടടുത്ത നിമിഷം ഇങ്ങനെ ഞാൻ ചെയ്താൽ എന്തായിരിക്കും അനന്തരഫലം? വലിയ പ്രതികൂലമായിരിക്കും. ജയിലിലോട്ട് പോകേണ്ടി വരും. യോസഫിന് അറിയായിരുന്നു ഇമ്മീഡിയറ്റ് റിസൾട്ട് വിൽ നോട്ട് ഫേവറബിൾ ടു ഹിം. തൊട്ടടുത്ത അനന്തരഫലം, ഏറ്റവും അടുത്ത ഭാവിയിൽ തനിക്ക് പ്രതികൂലമുണ്ടാകും. താൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ, ദൈവത്തിന്റെ സ്വരം കേട്ടനുസരിച്ചാൽ എനിക്ക് പ്രതികൂലം വരുമെന്ന് ശരിക്കും അറിയാവുന്ന യോസഫ് അതിനെ നേരിടാൻ തീരുമാനിച്ചു. കാരണം ഈ താൽക്കാലിക ഭാവിയിൽ എനിക്ക് പ്രതികൂലമാണെങ്കിലും നിത്യമായ ഭാവിയിൽ എനിക്കിത് അനുകൂലമായിട്ട് വരും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നിനക്ക്, അതുകൊണ്ടാണ് നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം അത്യന്തം അനവധിയായി തേജസ്സിൽ നിനക്ക് വേണ്ടി നിക്ഷേപത്തെ വർദ്ധിപ്പിക്കുന്ന പരിപാടി നിത്യതയിൽ നിനക്കത് ഖനം കൂട്ടും. ഈ ലോകത്തിൽ തന്നെ നീ ശരിയെന്ന് തെളിയപ്പെടും. കർത്താവിന്റെ വാഗ്ദാനം വരും ലോകത്തെ പേർക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങും. വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാത്തവൻ ഒരുവനും കാണുകയില്ല. പ്രൈസ് ഗോഡ്. നീ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്താൽ, നിന്റെ അകത്ത് മന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരത്തെ അനുസരിക്കുമെന്ന് തീരുമാനിച്ചാൽ, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് പറയുന്നു, നിങ്ങൾ ഒരിക്കലും എന്റെ വാക്കോ ഈ പാസ്റ്ററുടെ വാക്കോ ലോകത്തിലെ ഏതെങ്കിലും ഒരു ദൈവദാസന്റെ വാക്കോ കേട്ടല്ല അനുസരിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പറഞ്ഞാൽ അത്, പ്രൈസ് ഗോഡ്, നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അതനുസരിച്ചാൽ എന്ത് പ്രയാസം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ ഹൃദയത്തിലെ സ്വരത്തെ അനുസരിച്ചാൽ, താൽക്കാലികമായി നിങ്ങൾക്ക് ചില പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലതും നന്മയാക്കി മാറ്റും. പ്രൈസ് ഗോഡ്. സകലതും നന്മയാക്കി മാറ്റും. യാക്കോബ് പറഞ്ഞു, സകലവും എനിക്ക് പ്രതികൂലമല്ലോ. യാക്കോബ് പറയാ, സകലവും എനിക്ക് പ്രതികൂലമല്ലോ. നോക്കെന്റെ മക്കൾ ഓരോരുത്തരായി പോയി. ആദ്യം യോസഫ് പോയി, ഇപ്പോൾ ശിമിയോൻ പോയി, ഇപ്പോഴിതാ നിങ്ങൾ ബെന്യാമീനെയും കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. സകലവും എനിക്ക് പ്രതികൂലം അല്ലോ. പഴയ നിയമത്തിന്റെ നേതാവ്, പഴയ നിയമത്തിന്റെ ഭക്തൻ, പഴയ നിയമത്തിന്റെ അഭിഷേകത്തിൽ, പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പറയുന്നു, സകലവും എനിക്ക് പ്രതികൂലമല്ലോ. പുതിയ നിയമത്തിന്റെ അഭിഷേകം പകരപ്പെട്ട പൗലോസ് യാക്കോബിനെ ഉപദേശിക്കുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം
ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. യാക്കോബിനെ നിത്യതയിൽ പൗലൂസ് കണ്ടാൽ യാക്കോബ് പറഞ്ഞതിന്റെ മറുപടി പൗലൂസ് പറയും. യാക്കോബ് പറഞ്ഞു സകലവും എനിക്ക് പ്രതികൂല. പൗലൂസ് പറഞ്ഞു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, തന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും 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 അവൻ നന്മയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്തും. നിന്റെ ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ നീ ഒരു പഴയ നിയമ ഭക്തനെ പോലെയാണോ പ്രതികരിക്കുന്നത്, അതോ പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിലാണോ നീ സംസാരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ പ്രതികൂലം വരുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ പ്രയാസം വരുന്നുണ്ട്. പഴയ നിയമത്തിന്റെ ഗോത്രപിതാവ് യാക്കോബ് പറഞ്ഞു സകലവും എനിക്ക് പ്രതികൂലമാ, സകലവും എനിക്ക് പ്രതികൂലമാ. സകലവും അവന് പ്രതികൂലമായിരുന്നോ? നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്ക്. അവന്റെ ജീവിതത്തിൽ എത്ര നന്മ അവൻ അനുഭവിച്ചു. ചാൾസ് സ്പർജൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ദൈവത്തിന്റെ നന്മകളെ മണലിന്മേൽ എഴുതും, എന്നാൽ അവന്റെ പ്രശ്നങ്ങളെ അവൻ കല്ലിന്മേൽ എഴുതും. ഒരിക്കലും മറക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളുടെ എല്ലാ കഷ്ടത നീ കല്ലെ കൊത്തി വെച്ചിരിക്കുക. എത്രയോ നന്മകൾ അനുഭവിച്ചു. ഒരു വടി കൊണ്ട് മാത്രം യോർദാൻ കടന്നുപോയ നിന്നെ രണ്ടു കൂട്ടമായി മടക്കി കൊണ്ടുവന്നു. നിന്നെ കൊല്ലാൻ നിന്ന അമ്മായിയപ്പന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ചു. നിന്നെ കൊല്ലാൻ വന്ന സഹോദരന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിച്ചു. എത്രയോ അത്ഭുതകരമായി നിന്നെ നടത്തി. ഒന്നുമില്ലാതെ ആയിരുന്ന നിന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചു. 12 മക്കളുടെ പിതാവാക്കി ഇത്രയേറെ നന്മ തന്നു. ഓറബാലവ ശംഭരാധന, ജീവാരബലവ ശത്രുരാധന. ചുരുങ്ങിയ കാഴ്ചയായിരുന്നു യാക്കോബിനുള്ളത്. യാക്കോബിന്റെ പ്രസ്താവന എന്നതാ? യാക്കോബ് പറയാ യോസഫ് പോയി. യോസഫ് പോയോ? യാക്കോബേ നിനക്ക് കാഴ്ചപ്പാടില്ല, കാരണം നിനക്ക് വെളിപ്പാടില്ല. യോസഫ് പോയിട്ടില്ല. യോസഫിനെ മിസ്രയീമിലെ പ്രധാനമന്ത്രിയായി ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിനക്ക് നഷ്ടം വന്നു എന്ന് നീ കരുതുന്ന സകലവും ദൈവം മറ്റൊരു മണ്ഡലത്തിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അത് വെളിപ്പെടുന്ന ദിവസം അടുത്തു വരികയാണ്. ഇന്ന് പകൽ നീ പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടും. ചിലതല്ല, മുഴുവൻ. ആർക്ക് പകൽക്കാലം ധൈര്യപ്പെടാൻ കഴിയും? ആരെങ്കിലും പറഞ്ഞാട്ടെ, സകലവും. ചിലതല്ല, സകലവും. ദൈവത്തെ നീ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം. യു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ദ പ്രോജക്ട് ആൻഡ് പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും അനുസരിച്ച് നീ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം പറയുന്നു, ജെറമിയ 29:11 says that I knew the plan that I have for you. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പദ്ധതിയാണ്. നിനക്ക് ശുഭകരമായ ഭാവി നൽകുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ വളർത്തുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ ഒരു പദ്ധതി. യാക്കോബിന്റെ ഹ്രസ്വദൃഷ്ടിയാണ്, ഷോർട്ട് സൈറ്റഡ് ഫെലോ. ഹ്രസ്വദൃഷ്ടിയുള്ള യാക്കോബ് അവന്റെ ചുറ്റും നോക്കി ആ പ്രതികൂലത്തെ കണ്ടിട്ട് അവൻ പറയുന്നു സകലവും എനിക്ക് പ്രതികൂലമാണ്, ഞാൻ നശിച്ചു. എന്നാൽ യാക്കോബേ, നിനക്ക് വേണ്ടി എത്രയോ അനുഗ്രഹങ്ങളെ മറ്റൊരു മണ്ഡലത്തിൽ. യോസഫ് പോയി അന്ന് കരയാൻ തുടങ്ങിയ യാക്കോബ് ടെൻഷൻ അടിച്ച് കരഞ്ഞ് നിലവിളിച്ച് അപ്പോൾ യാക്കോബ് പറയുന്നു, നിങ്ങൾ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞ അവൻ തന്നെ കൺഫസ് ചെയ്യും, അവൻ മരിക്കാറായി, അവന്റെ മരണം അടുത്തു എന്ന്. കാരണം അവന് ദുഃഖം വർദ്ധിച്ചു. എന്നാൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഇല്ല, യോസഫ് പോയാലും ദൈവത്തിന്റെ വാഗ്ദാനത്തിന് മാറ്റമില്ല എന്ന് പറഞ്ഞ് അവൻ സന്തോഷിച്ചിരുന്നെങ്കിൽ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? യാക്കോബ് മിസ്രയീമിൽ വന്നു, യോസഫിന്റെ നന്മ കണ്ടു. പക്ഷെ അധികം താമസിക്കാതെ യാക്കോബ് മരിച്ചു. അവന്റെ ആയുസ് കുറഞ്ഞു പോയി. എന്തുകൊണ്ടാ കുറഞ്ഞു പോയേ? ലോകത്തിലെ അന്നത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായ ഫറവോനെ യാക്കോബ് എന്ത് ചെയ്യുക? കൈ ഉയർത്തി അനുഗ്രഹിക്കുകയാ. ഇവന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവം ഇവനെ എത്രമാത്രം അനുഗ്രഹിക്കാൻ പോകുന്നു. പക്ഷെ അവൻ നിരാശപ്പെട്ടും വ്യാകുലപ്പെട്ടും ഉത്കണ്ഠപ്പെട്ടും അവന്റെ ആയുസിനെ ചുരുക്കി കളഞ്ഞു. ഒരു പുതിയ നിയമ വെളിപ്പാട് യാക്കോബിന് കിട്ടിയിരുന്നെങ്കിൽ അവൻ സന്തോഷിച്ചേനെ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ, എനിക്ക് സകലവും നന്മയായി തീരും എന്ന് പറഞ്ഞ് അവൻ ഉല്ലസിച്ച് സന്തോഷിച്ചിരുന്നെങ്കിൽ അവന്റെ ആയുസ് പോലും ദീർഘമായി പോകുമായിരുന്നു. മിസ്രയീമിൽ തന്റെ മകൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കുറെ കൂടെ അധികാരവും കുറെ കൂടെ സന്തോഷവും ഒക്കെ അവൻ എൻജോയ് ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമായിരുന്നു. അവൻ തന്നെ അവന്റെ ആയുസ്സിനെ ചുരുക്കിക്കളഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും വ്യാകുലപ്പെടരുത്. യേശു കർത്താവ് പറഞ്ഞു, ഉത്കണ്ഠപ്പെടരുത്. അതിനാൽ നിങ്ങളുടെ ആയുസ്സിനെ നിങ്ങൾക്ക് ദീർഘമാക്കുവാൻ
എല്ലാ വ്യാകുലതകളെയും മാറ്റുക, എല്ലാ ആകുലങ്ങളെയും മാറ്റുക, എല്ലാ ഭാരങ്ങളെയും മാറ്റുക. ഇന്ന് പകൽ ഒരു വചനത്തിൽ ഉറയ്ക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ അവന്റെ പദ്ധതി പോലെ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എനിക്ക് നന്മയായി തീരും. സകലതും നന്മയായി തീരും. ഇപ്പോൾ എല്ലാം പ്രതികൂലമെന്ന് കാണുന്നു, പക്ഷെ പുതിയ നിയമത്തിന്റെ വെളിപ്പാട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്നാൽ നീ പറയും ഇത് നന്മയായി തീരും, ഇതിന്റെ അവസാനം നന്മയായിരിക്കും. താൽക്കാലികമായി ഈ കുണ്ടറയിൽ, താൽക്കാലികമായി നീ പൊട്ടക്കിണറ്റിൽ, താൽക്കാലികമായി നീ അടിമക്കയറിൽ, അടിമച്ചങ്ങലയിൽ, താൽക്കാലികമായി യോസഫ് അടിമക്കയറിലാണ്, അടിമ ചങ്ങലയിലാണ്. താൽക്കാലികമായി മാത്രം അവൻ പൊട്ടക്കണത്തിലാണ്. താൽക്കാലികമായി മാത്രം അവൻ കുണ്ടറയിലാണ്. താൽക്കാലികമായി മാത്രം അവൻ ഒരു സേവകനാണ്. എന്നാൽ ആത്യന്തികമായി അവൻ ഒരു അധികാരസ്ഥനാണ്. അവൻ രാജാവാണ്. അവൻ സിംഹാസനം സ്വന്തമായുള്ളവനാണ്. ഒരു സിംഹാസനം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവജനമാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ നീ ജയിച്ച നിനക്കൊരു സിംഹാസനമുണ്ട്. താൽക്കാലികമായ വെല്ലുവിളികളുടെ മുമ്പിൽ, ലോകത്തിന്റെ പ്രലോഭനങ്ങളുടെ മുമ്പിൽ, ലോകത്തിന്റെ ദുർഗണ സമയങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മ ശക്തിയോടെ, ദൈവവചനത്തിന് ഉറപ്പോടെ ഈ പകൽ നമുക്ക് പറയാം, ഞാൻ ധൈര്യമായി നിൽക്കും. എത്ര പേർ പറയും ഞാൻ ധൈര്യമായി നിൽക്കുമെന്ന്? ഒരുമിച്ച് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ, ഒരുമിച്ച് നമുക്ക് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാം. പോലെ മിന്നി വിളങ്ങിടും ഓ മണ്ണെ പ്രതി, ഈ മണ്ണെ പ്രതി ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ യെരൂശലേം പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുക. സുന്ദര മനോഹര നിന്നെ പ്രാകൃതരം ജാരന്മാരെ ഭരിക്കുമോ വത്സല. ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം ഇല്ല. ഞാൻ യോസഫ് അവൻ നഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ നാളുകളിൽ നഷ്ടമെന്ന് കരുതി, നിരാശപ്പെട്ട് തകർന്നു എന്ന് കരുതി, അവസാനിച്ചു എന്ന് കരുതി, ദൈവപ്രവൃത്തി ഇല്ല എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കുന്നുവോ? ഈ പകൽ പൗലോസ് ശ്ലീഹ നിന്നെ ഉപദേശിക്കുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. പഴയ നിയമത്തിന്റെ ഭക്തൻ പറയും സകലവും പ്രതികൂലം. പുതിയ നിയമത്തിന്റെ ഭക്തൻ പ്രതികരിക്കും, ദൈവം അനുകൂലമെങ്കിൽ സകലതും നന്മയ്ക്ക് വേണ്ടി ആയിത്തീരും. ഈ പകൽ നീ പഴയ നിയമത്തിന്റെ അഭിഷേകത്തിലല്ല, പുതിയ നിയമത്തിന്റെ അഭിഷേകത്തിൽ വിളിച്ചു പറ, എന്റെ ജീവിതത്തിൽ എല്ലാം നന്മയായി മാറും. എന്റെ ജീവിതത്തിൽ എല്ലാം നന്മയായി മാറും. എന്റെ ജീവിതത്തിൽ എല്ലാം നന്മയായി മാറും. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദരാജന അഭിഷേകത്താൽ ശബ്ദരാജന ദൈവം ഈ തലമുറയിൽ എഴുന്നേൽപ്പിക്കുന്ന വ്യക്തികളിൽ ഒരാളായി, ദൈവത്തിന്റെ ദർശനം ഏറ്റെടുത്ത വ്യക്തിയായി, ദൈവത്തിന്റെ ഹൃദയത്തുടി പറഞ്ഞ വ്യക്തിയായി ഈ വർഷത്തിന്റെ തലമുറയിൽ നിന്നെ ദൈവം കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.